അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ദോശയാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ മക്കൾക്ക് 4 നേരം ദോശ കൊടുത്താൽ അവർ കഴിക്കൂട്ടോ. അത്രയ്ക്ക് ഇഷ്ടമാണ് അവർക്ക് ദോശ. അതുകൊണ്ട് ഇവിടെ മിക്ക ദിവസങ്ങളിലും ദോശയോ അല്ലെങ്കിൽ ഇഡ്ഡലിയോ ആയിരിക്കും കേട്ടോ. പക്ഷേ കാക്കൂന് ദോശനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം ഇഡ്ഡലിയാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ച് ഇഡ്ഡലിയും കൂടി ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഇഡ്ഡലി തട്ടിൽ എണ്ണയൊക്കെ തടവിട്ട് മാവ് ഒഴിച്ചിട്ട് അതൊന്ന് വേവാൻ വേണ്ടി ഗ്യാസ് സ്റ്റവിലാണ് വെക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി വേവുന്ന സമയം കൊണ്ട് അപ്പുറത്ത് ഞാൻ ചട്നിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. തേങ്ങാ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചട്നി അപ്പുറത്തുനിന്ന് റെഡി ആയപ്പോഴത്തേനും ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ വേവിക്കാൻ വെച്ച ഇഡ്ഡലിയും കൂടി റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇഡ്ഡലിയും ദോശയും തേങ്ങാ ചട്നിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഞാൻ ദോശയാണ് കേട്ടോ എടുത്തത്. 2 ദോശയും കുറച്ച് ചട്നിയും പിന്നെ ഇന്നലത്തെ കുറച്ച് ബീഫും കൂടി ബാലൻസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ബൈ.